ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ലീവ് ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. കുറച്ച് മരങ്ങൾ ഇവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചവറൊക്കെ കരിയിലൊക്കെ വീണ് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചിടുവാണേ. കുറച്ച് ദിവസമായി മരം വെട്ടിയിട്ട്, പക്ഷേ എനിക്ക് അടിക്കാനൊന്നും സമയം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇന്ന് നേരം കിട്ടിയത് കേട്ടോ. കരിയിലൊക്കെ അടിച്ച് കളഞ്ഞിട്ട് മണ്ണും കൂടി ഒന്ന് നല്ലോണം അടിച്ച് കളഞ്ഞു. പിന്നെ ഫ്രണ്ടിലെ തിണ്ണയും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഇട്ടു. പിന്നെ മുറിയൊക്കെ ഒന്ന് അടിച്ച് തുടക്കാനുണ്ട് കേട്ടോ. തുടക്കാനൊന്നും ഇതുവരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. രാവിലെ 7 മണിക്ക് പോയാൽ ഞാൻ വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. പിന്നെ കുറച്ച് നേരം മോളുടെ വീട്ടിലൊക്കെ പോവും. അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. രാവിലെ ഒന്ന് അടിച്ചിട്ടിട്ടും പോകും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഫുള്ളൊന്ന് അടിച്ച് ക്ലീനാക്കി മുറിയെല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോൻ എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ട്. അവനിപ്പോൾ തന്നെ ചായ ചോദിക്കും കേട്ടോ. ഇന്ന് ലീവായതുകൊണ്ട് ഇന്നലെ എനിക്ക് എല്ലാത്തിനും മടിയായിരുന്നു. പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായില്ല കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റ് അലക്കാനുണ്ടായിരുന്നു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറേയൊക്കെ റൂമിൽ ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഒതുക്കി വെക്കാൻ നേരം കിട്ടിയിട്ടില്ല. ബെഡ്ഷീറ്റ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് അലക്കാനിട്ടു. സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ടൻ ചായ വെച്ചു കേട്ടോ. സ്റ്റൗവിൻ്റെ പ്ലേറ്റ് ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കിയെടുക്കാം, ഏതോ ചാക്കിലുണ്ട്. അപ്പോൾ അതേ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. അടുത്ത സ്റ്റൗവിൽ കുഞ്ഞിനുള്ള കുറുക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇന്ന് മോളും കുഞ്ഞുങ്ങളും വരും കേട്ടോ. കുഞ്ഞിന് അമൃതം പൊടിയുള്ള കുറുക്ക് ലൂസായിട്ട് കുപ്പിയിൽ കൊടുക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ അതേ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഈ ടാപ്പിൽ വെള്ളം ബോർവെല്ലുള്ളതാണ്. അപ്പോൾ പൈപ്പിലെ വെള്ളം എടുത്തിട്ടാണ് പാത്രം കഴുകാൻ എടുക്കുന്നത്. പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. അപ്പോഴേക്കും മോൻ്റെ ചായ കുടിക്കാനായിട്ട് വന്നു കേട്ടോ. അവന് ചായ ഒഴിച്ചു കൊടുത്തു. കുഞ്ഞിൻ്റെ കുറുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് തൂപ്പാത്രത്തിലാക്കി വെള്ളത്തിൽ ഇറക്കി വെച്ചു ചൂടാറാനായിട്ട്. പിന്നെ ഞാനും കട്ടൻ ചായ കുടിച്ചു. മോൻ്റെ ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് വിശക്കുന്നുണ്ട്. അപ്പോൾ അവന് കഴിക്കാനായിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ അലക്കാനായിട്ട് തുണിയെല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിട്ട് ഷോളും ചുരിദാർ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. കുക്കറിൽ അരി ഇട്ടു കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ കഴിക്കാനായിട്ട് മൈദ ദോശ ഉണ്ടാക്കി. ദോശമാവിൽ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി താളിച്ചിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ ദോശയ്ക്ക് കറിയുടെ ആവശ്യമില്ല. എന്നാലും മോനെടുത്തപ്പോൾ കുറച്ച് അച്ചാറും കൂടി കൊടുത്തിട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെച്ചു. വിളക്ക് വെച്ചതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ മോളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. പീലിമോള് സ്വന്തമായിട്ട് ഒരുങ്ങി കൺമഷിയൊക്കെ വാരി മുഖത്ത് തേച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ.
വീട്ടിലെത്തിയപ്പോഴേക്കും കുക്കറിൻ്റെ എയറൊക്കെ പോയി ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് വാർത്തു. വലിയ കുക്കറിലായിരുന്നു അരിയിട്ട്. അപ്പോൾ ഞാൻ അരിപ്പ പാത്രത്തിൽ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മോളുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊരു 5-6 എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ആ ഒരു ഇതെല്ലാം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി വെള്ളവും ചേർത്തിട്ട് ജ്യൂസാക്കി എടുത്തു കേട്ടോ. ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തണുത്ത വെള്ളമില്ല. അപ്പം ഞാൻ നോർമൽ വാട്ടറാണ് കേട്ടോ എടുത്തത്. മോളിത് കഴിച്ച് മടുത്തിരിക്കും കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്നലെ ഞാൻ പോരുന്ന വഴി ചാള വാങ്ങി മോളുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പോഴേക്കും അവളത് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. പകുതി കറിയും പകുതി ഫ്രൈയും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 3-4 അല്ലി ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നല്ലപോലെ തേങ്ങ വറുത്തെടുത്തതിന് ശേഷം പൊടികൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വറുക്കാനുള്ള മസാലയ്ക്കായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത്, ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് മസാല റെഡിയാക്കി എടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അരപ്പിനുള്ള കൂട്ട് തണുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തു. അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കുടംപുളി, പാകത്തിന് ഉപ്പും ചേർത്ത് സ്റ്റവിലേക്ക് വെക്കുക കേട്ടോ. അടുത്ത സ്റ്റവിൽ ചാള വറക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചാള ഒരു സൈഡ് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും മറിച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുത്തു. അപ്പോഴേക്കും അരപ്പ് ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചാളക്കറിയും ചാള ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചു. മോന് ആദ്യം കൊടുത്തു. മോനും മോൾക്കും കൊടുത്തതിന് ശേഷം ഞാൻ പീലി മോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ. അവളെ എടുത്തുകൊണ്ടിരുന്ന കാക്കനെ പൂച്ചനെയൊക്കെ കാണിച്ച് കുറച്ച് തെറ്റിച്ചു. പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് കട്ടൻ ചായയും ചക്ക വറുത്തതും ആയിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ റേഷൻ കടയിൽ മസ്റ്ററിങ്ങിന് പോകാനുണ്ടായിരുന്നു. ഞാനും മോളും 3 പേരും പോകണമായിരുന്നു കേട്ടോ. മോളുടെ പേര് എൻ്റെയിലാണ്. അപ്പോൾ അവളെയും കൊണ്ടുപോയി. 8 മണിയായപ്പോഴേക്കും മകിൽ വന്നിട്ടോ. അപ്പോൾ അവർ പോകാൻ ഒരുങ്ങുവാണ്. പീലിമോള് ഉറങ്ങാനുള്ള വാശിയിലാണ് കേട്ടോ. കുഞ്ഞിന് കുഴപ്പമില്ല, അവൾ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.